ഏതായാലും നമ്മുടെ ട്രേ കട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് 2 കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയ ദിവസമാണ്. ഹൈക്കോടതിയിൽ നിന്നും ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ. ഈ മുട്ടിൽമരമുറി കേസിലെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചോറ്റാനിക്കര കോടതിയിൽ അവർ ഹാജരാകേണ്ടിയിരുന്ന ദിവസമാണ്. അന്ന് ഹാജരാകണമായിരുന്നു അവർ. ഇതേ സമയം തന്നെ ഇതിന് സമാന്തരമായി ഹൈക്കോടതിയെ സമീപിച്ച് ഇതിന് സ്റ്റേ ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത്. പക്ഷേ ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല, തള്ളിക്കളഞ്ഞു. അവർ നിങ്ങൾ മറ്റേ വിചാരണ കോടതിയിൽ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് അടുത്ത പണി കിട്ടിയത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഈ മലമുറക്കാർ ഒരാളെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, അതിനകത്ത് റോജി അഗസ്റ്റിനാണ് ഹാജരായത്. ബാക്കി 2 പേര് ഹാജരായില്ല. അതെ. അപ്പോൾ അതിന് കോടതിയിൽ നിന്ന് കണക്കിന് കേൾക്കുകയും ചെയ്തു. അതൊക്കെ ആളെ കളിയാക്കണമെന്ന് ചോദിച്ചു കോടതി ചോദിച്ചത്. അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞു. അത് കോടതി മാറി നിൽക്കാൻ പറഞ്ഞാൽ കോടതി നടപടികളിൽ പോയിട്ടുള്ളവരല്ല കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അങ്ങോട്ട് മാറി നിൽക്കാൻ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിരുദ്ധ കാര്യം ചെയ്യുമ്പോഴാണ് മാറിക്കാൻ പറയുന്നത്. അങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ അത് എത്ര നേരം നിൽക്കേണ്ടി വരും എന്നുള്ളത് പോയിട്ടുള്ളവർക്ക് അറിയാം. ഏതായാലും പിന്നെ അവിടെ നിന്ന് വെളിയിറങ്ങിയ ഈ അഗസ്റ്റിൻ സഹോദരന്മാരിൽ കോടതി ഹാജരായ റോജി അഗസ്റ്റിൻ ഇയാൾ വെളിയിറങ്ങി ആദ്യം മാധ്യമങ്ങൾക്ക് നേരെ കയർത്ത് കയറിയായിരുന്നു എന്നാണ്. ഈ അങ്ങാടി തോറ്റതിന് അമ്മയുടെ പരിപാടിയാണിത്. ഇത് നേരെ പിന്നെ അവരുടെ അടുത്ത് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വിചാരിക്കുന്നത് മുട്ടിൽമരമുറി അവിടെ വയനാട്ടിൽ നടന്ന കേസിൽ എന്താണ് ഇവിടെ എന്നുള്ളത്. ഇത് ഇവിടെയുള്ള അലിയാർ എന്ന് പറയുന്ന ഒരു തടി മർച്ചന്റ്, അദ്ദേഹം വ്യാപാരി, അദ്ദേഹം കൊടുത്ത കേസാണ് ഇവിടുത്തെ കോടതിയിൽ കൊടുത്തത്. അദ്ദേഹത്തെ പറ്റിച്ചു എന്നുള്ള കേസാണ്. ഇവരെല്ലാവരും പറ്റിച്ചതുപോലെ ഈ മനുഷ്യനെയും പറ്റിച്ചു. ഇവർ തടി കൊണ്ട് കൊടുത്ത ആ കഥ നമുക്കറിയാമല്ലോ, നീണ്ട കഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഇവർ വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ നീക്കമായിരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ടാലും പിന്നെ കുറച്ച് കാലത്തേക്ക് വരണ്ടല്ലോ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈനായിട്ട് ഹാജരാകാനെങ്ങാണ്ട് ഇവർ കോടതി ഹാജരാകാൻ ഈ ബാക്കി 2 സഹോദരന്മാർ ആൻഡോയും ജോസൂട്ടിയും അവർ കോടതി അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ തട്ടിപ്പ് നടത്തി ശീലമായവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ കേസും കാര്യങ്ങളും വലിയ അത്ര സംഭവം അല്ല എന്നുള്ളൊരു ധാരണയായിരിക്കണം ഈ വിഷയത്തിൽ അവർ കണ്ടിരുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ഇന്ന് വന്ന കക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിലും വലിയ കോടതി വേറെ കോടതി ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം എന്നുള്ള രീതിയിലാണ്. നമ്മളൊക്കെ ഈ പണ്ട് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഈ മരംകൊത്തി എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മരംകൊത്തി എന്നുള്ള പക്ഷിയായിരുന്നു. പക്ഷെ ഇന്നിപ്പം മരംകൊത്തി എന്നുള്ള പേര് കേട്ടാൽ ആദ്യം അതിനേക്കാൾ മറന്നിട്ട് ഈ 3 പേരെ നമുക്ക് ആദ്യം ഓർമ്മ വരും. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പേരിൽ എണ്ണിയാ കേസുകളുണ്ട്. അപ്പം ഇങ്ങനെ ദിവസവും ഒരുപാട് കേസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊന്നും ഒരു ബാധകമായിരിക്കില്ല. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കോടതിയിൽ പോയി ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി ബാധകമാകില്ല എന്ന് അവരഹങ്കരിച്ചു. അതെ, അതിന് കോടതിയിൽ നിന്ന് ഒരു അടി കിട്ടി. അല്ല, ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവർ പിന്നെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയ ഒരു കേസിൽ പ്രതികളായി ഇവർ മാധ്യമത്തിന് തന്നെ വിലക്കെടുക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും നേരിടുന്നു. ഇവിടുത്തെ സംസ്ഥാനത്തെ സർക്കാരിനെ നേരിടുന്നു. ഇവർക്ക് പിന്തുണയുമായിട്ട് CPM അന്തം കമ്മി സാക്കൾ മൊത്തം ഇറങ്ങുന്നു. പിന്നെ ഇത് നമ്മുടെ ഇതാണ് ഇദ്ദേഹം കിണർകോലും ആണല്ലോ അവർക്ക് മാർഗദർശകമായിട്ടുള്ളത്. ആ സ്ഥാപനം ഉണ്ടാക്കിയുള്ള കിണർകോലും ആണല്ലോ. കിണർകോലും ഇപ്പോഴും അവിടെ തന്നെ അദൃശ്യ സാന്നിധ്യമായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് CPM ഇപ്പോഴും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM പിന്തുണയ്ക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. പക്ഷെ അതിന് കൃത്യമായ മറുപടി പല UDF നേതാക്കളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും ഇത് വളരെ വിചിത്രവും രസകരവുമാണ് ഇവരുടെ നീക്കങ്ങളെ. ഇവർക്ക് എനിക്കൊന്നും കോടതിയിൽ നിന്ന് വെളിയിറങ്ങാൻ സമയമില്ലെന്നാണ് തോന്നുന്നത് ഇത് കാണുമ്പോൾ. ദിവസം ഓരോ കോടതിയിലേക്കാണ്. ഇപ്പോൾ അവർ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവർ തന്നെ CPMലൂടെയും മറ്റു ഓൺലൈൻ ചാനലുകളെ വിലക്കെടുത്തുമാണ് അത്തരത്തിലൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. അതായത് റിപ്പോർട്ടറിനെതിരെ മറ്റു മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അതായത് മറ്റു മാധ്യമങ്ങൾ ഇവിടെ കുഴപ്പക്കാരാണ്, സത്യം വിളിച്ചു പറയുന്നത് ഇവർ മാത്രമാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഞങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇവരുടെ ചരിത്രവും ഇവരുടെ സകല കാര്യങ്ങളും സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ജനത്തിന് അറിയാം. അത് വളരെ കൃത്യമായി ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. മാത്രം എനിക്ക് തോന്നുന്നു ഇവർ കോടതി വരാനൊക്കെ തന്നെ മടിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ മാധ്യമങ്ങൾ എത്തുന്നുള്ളതാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ആൻഡോ അഗസ്റ്റിനാകുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ദിവസം ഇരുന്നുകൊണ്ട് താത്വികമായ വിലയിരുത്തൽ നടത്തുന്ന ആളുമാണ്. അങ്ങനത്തെ ഒരാളിനെ കോടതിയിൽ ഹാജരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതൊരു വാർത്തയാവുന്നവരെ ഈ മറ്റേ സഹോദരന്മാരുണ്ട് നമ്മൾ അധികം കണ്ടിട്ടുള്ളവരല്ല, മാധ്യമങ്ങളിൽ നിന്ന് വരുന്നവരല്ല അധികം അവർ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരാളെ പറഞ്ഞു വെച്ചത്. ബാക്കിയുള്ള ഓൺലൈനിൽ വരാമെന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ചമ്മലുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. എന്തെങ്കിലും നമ്മൾ പറയും ഒരു പ്രത്യേക സ്ഥലത്തൊരു സംഭവം കിളുത്താൽ അത് തണലാകും എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ വീണ് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ഈ 3
ഈ 3 സഹോദരന്മാർ ഇപ്പൊ ചെയ്യുന്ന പരിപാടി അത് അതിനവർ റിപ്പോർട്ടർ ചാനലിനെ നല്ല രീതിയിൽ അവരത് ഉപയോഗിക്കുന്നുണ്ട്. അതെ, പക്ഷേ അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. ജനങ്ങൾ കോടതിയെ പറ്റിക്കാൻ പറ്റുമല്ലെങ്കിൽ നാട്ടിൽ കോടതി ആർക്കും പറ്റിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ജുഡീഷ്യറി നമ്മളെ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും മികച്ച ജുഡീഷ്യറി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഈ ഇത്തരം തട്ടിപ്പുകൾ എവിടെയും നടക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകളിൽ നിന്നൊക്കെ ജനങ്ങൾ രക്ഷപ്പെട്ടുള്ളതെല്ലാം എല്ലാ കാലത്തും ഈ ജുഡീഷ്യറി സഹായം കൊണ്ട് മാത്രം. നമ്മളെ ഉദാഹരണം തന്നെ എടുത്തുകൂടെ? നമ്മുടെ മറുതലമല്ലെ സംബന്ധിച്ച് നമുക്ക് കോടതിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ലാതെ ഈ പിണറായിയും പി ശശി എം ആർ ഐത്തും എല്ലാം കൂടെ നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ തന്നെ അന്ന് നമ്മളെ സഹായത്തിലെത്തി നമ്മളെ രക്ഷിച്ചത് ഈ നാട്ടിലെ ജുഡീഷ്യൽ സംവിധാനമാണ്, ജുഡീഷ്യറിയാണ്. അപ്പോൾ അതുപോലെ പക്ഷെ നമ്മളെപ്പോലെ അല്ലല്ലോ ഇവരുടെ പരിപാടി നമ്മുടെ അല്ലല്ലോ. നമ്മളന്ന് കണ്ട അഴിമതിയും വൃത്തികേടും നമ്മൾ എതിർത്തു, അത്രേ ഉള്ളൂ. ഇവർ നേരെ തിരിച്ചായി. മാത്രമല്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ല നമുക്ക് ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ നമ്മളെ ഈ കോടതികളെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയിലും കയറി ഈ ഉടായ്പ കാണിക്കാം എന്നുള്ള ഇവരുടെ ഒരു പദ്ധതി കൂടെ പൊളിഞ്ഞു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കോടതിയിൽ നിന്ന് ഒറ്റ ദിവസം തന്നെ പണി കിട്ടിയെന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്നും വിചാരണ കോടതിയിൽ നിന്നും സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അത് കിട്ടിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇവരുടെ പേരിൽ ഒരുപാട് കോടതിയിൽ ഇത്തരത്തിലുള്ള കേസുകളും വിചാരണയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് പരമാവധി ഇനി അങ്ങോട്ട് ഓൺലൈനിൽ ഹാജരാകാനായിരിക്കും അവർ ആഗ്രഹിക്കുക. കാരണം ഈ വൈകുന്നേരം ചർച്ച നടത്തി അതിൻ്റെ വീഡിയോ വരുമ്പോൾ എൻ്റെ താഴെ ആൾ കമൻ്റ് ഇടുമല്ലോ, ഇന്ന് രാവിലെ കോടതി കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞ് സംഗതി വരുമല്ലോ. അപ്പോൾ നേരത്തെ എത്രയോ തവണ ഇവർ ലോക്കപ്പിൽ കിടന്നവരാണ്, ജയിലിൽ കിടന്നവരാണ്, അങ്ങനെയൊക്കെയുള്ള നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ തന്നെയാണ് ഇവർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ആയിരിക്കില്ല. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവതരം തന്നെ കോടതി എടുത്തിട്ടുണ്ട്. അതാണ് ഹൈക്കോടതിയും പറഞ്ഞത് നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അതുപോലെ താഴെ വിചാരണ കോടതിയിൽ എത്തിയപ്പോഴും കോടതി ഇന്ന് നടത്തിയ പരാമർശം തന്നെ ഇവർക്ക് വലിയ ക്ഷീണമാണ്. അങ്ങോട്ട് മാറി നിൽക്ക്, ആളെ കളിയാക്കണമെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ പോയെന്ന് ചോദിച്ചത്. അതെ, കോടതി അത്രയും രൂക്ഷമായി പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ തുടർ നടപടികളെ ഇവർ തന്നെ മനഃപൂർവ്വം കുഴപ്പത്തിൽ എത്തിച്ചു. അല്ല, എനിക്കൊന്നും ഇവർക്ക് ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ പലപ്പോഴും ഇവരുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. പണം കൊണ്ടൊന്നും നേടാൻ ഞങ്ങളെ എത്ര കേസ് വന്നാലും ഞങ്ങൾ പണ്ട് മുതൽ കുറേ കേസുകൾ പോയിട്ടുള്ളവർ തന്നെയാണ്. ഇതൊന്നും ഒരു കോടതിയും പോലീസും ജയിലും ഞങ്ങൾക്ക് ഒത്തിരി അല്ല എന്നുള്ള ഒരാറ്റിലുള്ള ചില ആളുണ്ടല്ലോ, അത്തരത്തിൽപ്പെട്ടവരായിരിക്കും അവർ. അങ്ങനെയുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ ഡബിൾ റോൾ കളിക്കാൻ ശ്രമിച്ചത്. ചട്ടങ്ങി കോടതി വരുന്ന ഒഴിവാക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കാൻ ശ്രമിച്ചത്. ആ നീക്കവും പാളി എന്നുള്ളതാണ് ചുരുക്കം. ഏതായാലും ഇത് നമ്മുടെ നാട്ടിലെ കോടതികൾ ഇന്നും ഇവിടെ വളരെ ശക്തമായൊരു സാന്നിധ്യം തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏറ്റവും വലിയ ആശ്രയമാണ്. പക്ഷേ ഇതുപോലുള്ള ആൾ അവിടെ ചെന്നാൽ കോടതികൾ അവരെ എടുത്തിട്ട് കൊടുക്കും, അവരെ വന്ന വഴിക്ക് പറഞ്ഞയക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഇന്ന് ഈ ട്രീ കട്ടർമാർക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ 2 കോടതികളിൽ നിന്ന് ലഭിച്ച പണി.